നമ്മുടെ അടുക്കളയൊക്കെ സെറ്റാക്കിയല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പായസം വെച്ചു കേട്ടോ. സേമിയ പായസമാണേ. എന്നാൽ പാലൊക്കെ സേമിയ ജസ്റ്റ് വറുത്തിട്ട് പാലും വെള്ളമൊക്കെ ഒഴിച്ച് സേമിയ വേവിച്ച് ഏലക്ക ഇട്ടിട്ടുണ്ട്. ഒരാളോട് ഇച്ചിരി ഏലക്ക പൊടിച്ചുകൊണ്ട് തരാം. നമ്മളിപ്പോൾ ഏലക്കയുടെ അഭിഷേകമായിട്ടുണ്ട് ഇതിനകത്ത് നിറച്ച്. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏലക്കയും അതെല്ലാം കൂടെ വറുത്തിടാവേ. പക്ഷേ ഏലക്കയും പോട്ടെ, കശുവണ്ടും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിടാവേ. എന്നിട്ട് കാണിക്കാവേ. മിൽക്ക് ഒഴിക്കണം എന്ന് ഓർത്ത, പക്ഷേ ഇല്ലായിരുന്നുകൊണ്ട് നമ്മൾ ഇതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതിന് ശേഷം കാണാവേ. നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോഴത്തേനും നമുക്കിതാ കിസ്മിസ് അണ്ടിപ്പരിപ്പ് ചേർക്കാവേ. അപ്പോൾ അതാ കശുവണ്ടി മുന്തിരി എല്ലാം നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട്. നമുക്ക് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ. പായസം റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പായസം ഉണ്ടാക്കുന്നത്. മിക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ.